തീവണ്ടി യാത്രകൾ മലയാളിയുടെ ജീവിതത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം തന്നെ വൈകാരികമായ ഒരു ബന്ധം കേരളത്തിന് പാലക്കാട് റെയിൽവേ ഡിവിഷനോടുമുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ കേരളത്തിന്റെ അഭിമാനമായി തലയുയർത്തി നിന്നിരുന്ന ഈ ചരിത്രപ്രസിദ്ധമായ ഡിവിഷൻ വീണ്ടും ഒരു വെട്ടിമുറിക്കലിന് വിധേയമാവുകയാണ്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ റെയിൽവേ ബോർഡ് ഉത്തരവിലൂടെ പാലക്കാട് ഡിവിഷന്റെ ജീവനാഡിയായ മംഗളൂരു ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകൾ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ അതായത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ള മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റപ്പെടുകയാണ്. കേവലം കുറച്ച് കിലോമീറ്റർ റെയിൽപാതകളുടെ കൈമാറ്റം എന്നതിനേക്കാൾ മലബാറിന്റെയും കേരളത്തിന്റെയും മൊത്തത്തിലുള്ള റെയിൽവേ വികസനത്തിന്മേൽ പതിക്കുന്ന കനത്ത പ്രഹരമായാണ് ഈ നടപടിയെ വിലയിരുത്തപ്പെടേണ്ടത്. പലതവണയായി വെട്ടിമുറിക്കപ്പെട്ട് മെലിഞ്ഞുണങ്ങിയ പാലക്കാട് ഡിവിഷന്റെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും തകർക്കുന്നതാണ് പുതിയ തീരുമാനം. പാലക്കാട് ഡിവിഷന്റെ ചരിത്രം എന്നത് കേരളത്തിന്റെ റെയിൽവേ ചരിത്രം കൂടിയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ, കൃത്യമായി പറഞ്ഞാൽ 1860-ൽ പോത്തന്നൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് തീവണ്ടിപ്പാത നിർമ്മിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ റെയിൽവേ വികസനത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 1861 മാർച്ചിൽ ബേപ്പൂരിനും തിരൂരിനുമിടയിൽ തീവണ്ടി ഓടിത്തുടങ്ങി. ആവേശകരമായ ഈ വികസന കുതിപ്പ് 1907ഓടെ മംഗളൂരു വരെ നീളുന്ന വിശാലമായ ഒരു റെയിൽവേ ശൃംഖലയായി രൂപാന്തരം പ്രാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചരക്ക് നീക്കത്തിനും യാത്രാ സൗകര്യത്തിനുമായി വികസിപ്പിച്ചെടുത്ത ഈ പാതകൾ പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മികച്ച റെയിൽവേ ഡിവിഷനുകളിലൊന്നിന് അടിത്തറ പാവുകയായിരുന്നു. ഔദ്യോഗികമായി 1956 ഓഗസ്റ്റ് 31-നാണ് പാലക്കാട് ഡിവിഷൻ രൂപീകൃതമാകുന്നത്. മുൻപ് അത് ഒലവക്കോട് റെയിൽവേ ഡിവിഷനായിരുന്നു. അക്കാലത്ത് 1227.58 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതകളും അനേകം പ്രധാന സ്റ്റേഷനുകളും ഉൾപ്പെടുന്ന ഒരു വമ്പൻ ഡിവിഷനായിരുന്നു ഇത്. കോയമ്പത്തൂർ മുതൽ മംഗളൂരു വരെയും കൊച്ചി മുതൽ ഷൊർണൂർ വരെയും നീളുന്ന അതിവിശാലമായ ഭൂപ്രദേശം പാലക്കാടിന്റെ ഭരണപരിധിയിലായിരുന്നു. എന്നാൽ കാലക്രമേണ വികസനത്തിന്റെ പേരിൽ പാലക്കാടിനെ പലതവണ വെട്ടിമുറിക്കുന്ന കാഴ്ചയാണ് ചരിത്രം നമുക്ക് കാട്ടിത്തന്നത്. ഒരു വലിയ പേരാൽ മരത്തിന്റെ കൊമ്പുകൾ ഓരോന്നായി മുറിച്ചു മാറ്റുന്നതിന് തുല്യമാണ് പാലക്കാട് ഡിവിഷൻ നേരിട്ട ദുരവസ്ഥ. ആദ്യത്തെ വലിയ വെട്ടിമുറിക്കൽ നടക്കുന്നത് 1979 ഒക്ടോബർ 2-ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ രൂപീകരിച്ചപ്പോഴാണ്. അന്ന് ഷൊർണൂർ മുതൽ കൊച്ചിൻ ഹാർബർ ടെർമിനസ് വരെയുള്ള ലാഭകരമായ പാതകൾ തിരുവനന്തപുരം ഡിവിഷന് കൈമാറേണ്ടി വന്നു. ഇതോടെ പാലക്കാടിന്റെ വിസ്തൃതി 1132.98 കിലോമീറ്ററായി ചുരുങ്ങി. എങ്കിലും പാലക്കാട് ഡിവിഷൻ കരുത്തോടെ പിടിച്ചു നിന്നു. എന്നാൽ ഏറ്റവും വലിയ ഇരട്ടടി ലഭിച്ചത് 2007 നവംബർ 1-ന് സേലം റെയിൽവേ ഡിവിഷൻ രൂപീകരിച്ചപ്പോഴാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി നടന്ന ആ വിഭജനത്തിൽ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഉയർന്ന വരുമാനമുള്ള പ്രദേശങ്ങൾ പാലക്കാടിന് നഷ്ടമായി. പാലക്കാട് ടൗൺ, പൊള്ളാച്ചി, കിണത്തുകടവ് പാതകൾ മാത്രമാണ് അന്ന് ഡിവിഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതോടെ പാലക്കാട് ഡിവിഷൻ വെറും 582.7 കിലോമീറ്ററിലേക്ക് ഒതുങ്ങി. കേരളത്തിലെ യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അന്ന് ആ വിഭജനം നടപ്പിലാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. അതിനുശേഷവും പാലക്കാടിനെ ദുർബലപ്പെടുത്താൻ പല വിധത്തിലുള്ള ആസൂത്രിത നീക്കങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴത്തെ അന്തിമ പ്രഹരം എന്ന നിലയിൽ മംഗളൂരു മേഖല കൂടി നഷ്ടമാവുകയാണ്. കാലാകാലങ്ങളായി കേരളത്തിന്റെയും പ്രത്യേകിച്ച് മലബാറിന്റെയും റെയിൽവേ വികസനത്തെ പിന്നോട്ടടിക്കുന്ന തീരുമാനങ്ങളുടെ തുടർച്ച മാത്രമാണ് പുതിയ മംഗളൂരു വിഭജനം. ഇത് കേവലം ഭരണപരമായ ഒരു മാറ്റമല്ല, മറിച്ച് ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക നട്ടലൊടിക്കുന്ന നടപടിയാണ്. ഉള്ളാൾ മുതൽ മംഗളൂരു വരെയുള്ള പ്രദേശങ്ങൾ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിൽ ലയിക്കുമ്പോൾ പാലക്കാട് ഡിവിഷന് നഷ്ടമാകുന്നത് അതിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ്. നിലവിൽ പാലക്കാട് ഡിവിഷന്റെ ചരക്ക് നീക്കത്തിൽ 90% ലഭിച്ചിരിക്കുന്നത് മംഗളൂരു മേഖലയിൽ നിന്നായിരുന്നു. മംഗളൂരു തുറമുഖം അഥവാ പനമ്പൂർ യാർഡ് വഴിയുള്ള രാസവളങ്ങൾ, രാസവസ്തുക്കൾ, കൽക്കരി, ഇരുമ്പയിര് എന്നിവയുടെ കയറ്റുമതി ഡിവിഷന് പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നേടിക്കൊടുത്തിരുന്നു. പ്രതിദിനം ഏകദേശം 2.75 കോടി രൂപ വരുമാനമുണ്ടായിരുന്ന ഈ മേഖല നഷ്ടമാകുന്നതോടെ വാർഷിക അടിസ്ഥാനത്തിൽ 1100 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമാണ് പാലക്കാട് ഡിവിഷന് ഉണ്ടാകാൻ പോകുന്നത്. ഇത് പാലക്കാടിനെ ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ ഡിവിഷനുകളുടെ പട്ടികയിലേക്ക് തള്ളിവിടുമെന്ന കാര്യം ഉറപ്പാണ്. കൂടാതെ ടിക്കറ്റ് വരുമാനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന A1 കാറ്റഗറി സ്റ്റേഷനുകളായ മംഗളൂരു സെൻട്രൽ, മംഗളൂരു ജംഗ്ഷൻ എന്നിവയും ദക്ഷിണ പശ്ചിമ സോണിന്റെ കീഴിലാകും. സാമ്പത്തികമായി തകർന്ന ഒരു ഡിവിഷന് ഭാവിയിൽ വികസന പദ്ധതികൾ നേടിയെടുക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരവുമാകും. സാമ്പത്തിക നഷ്ടത്തിനപ്പുറം ഈ തീരുമാനം കേരളത്തിലെ യാത്രക്കാരെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കാൻ പോവുകയാണ്. നിലവിൽ കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്ന് മംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ സമയക്രമീകരണം പാലക്കാട് ഡിവിഷനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പുതിയ മാറ്റം വരുന്നതോടെ കണ്ണൂരിൽ അവസാനിക്കുന്ന ഒരു ട്രെയിൻ മംഗളൂരുവിലേക്ക് നീട്ടണമെങ്കിൽ ഇനി മൈസൂരു ഡിവിഷന്റെ ഔദ്യോഗിക അനുമതി കൂടി വേണ്ടിവരും. രണ്ട് വ്യത്യസ്ത റെയിൽവേ സോണുകൾക്കിടയിലുള്ള ഏകോപനം പലപ്പോഴും കാലതാമസങ്ങൾക്കും ചുവപ്പ് നാടകൾക്കും കാരണമാകാറുണ്ട്. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിലും കേരളത്തിന് ഇനി മൈസൂരു ഡിവിഷന്റെ കനിവിനായി കാത്തിരിക്കേണ്ടി വരും.
നിലവിൽ തന്നെ മലബാറിലേക്കുള്ള പല ട്രെയിനുകളുടെയും സർവീസുകൾ മംഗളൂരു കേന്ദ്രീകരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഡിവിഷന്റെ സാമ്പത്തിക ശേഷി ഗണ്യമായി കുറയുന്നത് സ്റ്റേഷനുകളുടെ നവീകരണം, പുതിയ പാതകളുടെ നിർമ്മാണം, സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എന്ന കേരളത്തിന്റെ ചിരകാല സ്വപ്നം നിഷേധിച്ചതിന് പിന്നാലെയാണ് റെയിൽവേയുടെ ഈ പുതിയ പ്രഹരമെന്നത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുകയാണ്. പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിക്കാനുള്ള ഈ നീക്കത്തിനെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ തീരുമാനം അന്യായവും മലബാറിന്റെ റെയിൽവേ വികസനത്തിന് കനത്ത പ്രഹരവുമാണെന്ന് കാണിച്ച് ജനപ്രതിനിധികൾ റെയിൽവേ മന്ത്രിക്കും ബോർഡ് ചെയർമാനും കത്തയച്ചു കഴിഞ്ഞു. കർണാടകയുടെ റെയിൽവേ ലോബിയുടെ അദൃശ്യമായ ഇടപെടലുകളാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും കേരളത്തെ റെയിൽവേ വികസനത്തിൽ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും വിമർശനങ്ങൾ ശക്തമാണ്. കേരളത്തിന് സ്വന്തമായി ഒരു റെയിൽവേ സോൺ അഥവാ പെനിൻസുലർ റെയിൽവേ സോൺ വേണമെന്ന ദീർഘനാളായുള്ള ആവശ്യത്തിന് ഈ അവസരത്തിൽ വലിയ പ്രസക്തിയുണ്ട്. നിലവിലുള്ള സംവിധാനങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും സർക്കാരും ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് അനിവാര്യമാണ്. പാലക്കാട് ഡിവിഷന്റെ പ്രതാപം പൂർണ്ണമായും ഇല്ലാതാകുന്നതിന് മുമ്പ് ഈ വിഭജന ഉത്തരവ് റദ്ദാക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന വരുമാനത്തിന് പകരമായി കേരളത്തിന് പുതിയ വികസന പദ്ധതികളും സോണൽ സംവിധാനങ്ങളും അനുവദിക്കാനുമുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ഇനി ആവശ്യം. അല്ലാത്തപക്ഷം കേരളത്തിന്റെ റെയിൽവേ വികസനം എന്നേക്കുമായി പാളം തെറ്റുന്ന കാഴ്ചയാകും നാം കാണേണ്ടി വരിക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.